9 ഭാര്യമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരം എന്ത് ചെയ്യും? സലാം പറയും, വിശേഷം അന്വേഷിക്കും. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്താറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭാര്യയുടെ മെസ്സേജ് തന്നെ നമ്മൾ എപ്പോഴാണ് നോക്കല്? നമ്മളെല്ലാവരുടെ മെസ്സേജിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കും. ഭാര്യയ്ക്ക് കൊടുക്കണത് എപ്പോഴും? ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കോ ഫോണിൽ. ഞാൻ വിളിക്കണേ, അങ്ങനെ തിരക്കൂട്ടുണ്ടാവും, ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ അവരോട് സലാം പറയാൻ, അവരോട് സംസാരിക്കാൻ ഒരു സമയം അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും നല്ല സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആരാണ്? തന്റെ ഭാര്യമാരാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു ഖുലുഖുഹു അൽ ഖുർആൻ, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനാണെന്ന്. നമ്മളുടെ ഭാര്യമാരോടൊന്ന് ചോദിച്ചു നോക്കി, നമ്മളുടെ സ്വഭാവം എന്താണ്? നമ്മൾ സാധാരണ പറയലുണ്ട്, ആദർശമൊക്കെ മനസ്സിലാക്കി ഭയങ്കര ആവേശം. ചില ആൾക്കാരുണ്ട് എല്ലാ കാര്യത്തിനും ഉഷാറുണ്ട്, സുബൈ പോലും ഇല്ലാണ്ട് കിടന്നുറങ്ങുന്ന ബുദ്ധന്മാരുണ്ട്. എന്നിട്ട് ഇങ്ങനെ കണ്ണിന്റെ ഉറക്കത്തിന്റെ ഇടയിൽ കണ്ണ് വീഴ്ച നോക്കുമ്പോഴാണ് മറ്റുള്ള കുനൂത്തിന് വേണ്ടി ഇങ്ങനെ കഴിയും. നിനക്ക് ആരടി ബിദഅത്ത് പഠിപ്പിച്ചത്? ഇവിടെ സുബൈയും കൂടി ഇല്ലാണ്ട് കിടക്കണവനാണ് ബിദഅത്തിന്റെ നേരെ വാളെടുക്കാൻ വരണേ, അല്ലേ? ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാല്, ജീവിതത്തിലെ ദീന് നമ്മൾ അവിടെ പുലർത്തിക്കൊണ്ടുപോകണം. നിങ്ങൾ നോക്കി, അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കൃത്യമായി കാണിച്ചു തരികയാണ്. ഇപ്പൊ സ്വകാര്യതകളുടെ ഹദീസുകൾ കാണാൻ സാധിക്കും. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കൊടുത്തിരുന്നു, അല്ലേ? ഓട്ട മത്സരം നടത്തിയിരുന്നു ആയിഷ ബീവിയുടെ കൂടെ എന്നുള്ളത്. ആര് ഇനിയിപ്പോ ഇന്ന് ഇവിടുന്നാണ്ട് പോയി ഫ്ലാറ്റിൽ പോയിട്ട് താഴെ മുറ്റത്ത് ഇറങ്ങിയിട്ട് 2 വര വെച്ച് 1 2 3 പറഞ്ഞ് ഓടാനൊന്നുമില്ല, പാതിരാത്രി ഓടാനൊന്നും നിൽക്കണ്ട. അത് കുടുംബത്തിന് വേണ്ടി സമയം കണ്ടു. അവിടെ അഭ്യാസം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറയായി നിന്ന് കൊടുത്തു. എന്താണെന്നറിയോ? നമുക്കിങ്ങനെ നിങ്ങളുടെ വ്യാഖ്യാനത്തിക്കൊന്നും പോകണ്ട. എക്സിബിഷൻ കാണാനും ഹറാമ് കാണാനും ഭാര്യയ്ക്ക് മറയിട്ട് നിന്ദി കൊടുക്കാനെന്നുള്ള അവസ്ഥക്കൊന്നും പോകണ്ട. ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതിനോടൊക്കെ ടെൻഡൻസി കൂടുതലാണല്ലോ. ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ. പണ്ട് പള്ളിയിൽ നിന്ന് മൊയിലേര് പറഞ്ഞു ഉത്സവത്തിന് പോകാൻ പാടില്ല. നാട്ടുകാരിപ്പോൾ അതിൻ്റെ വലിയ പോയിരിക്കൊന്നുമില്ലല്ലോ. എല്ലാവരും കുറേ ഇങ്ങനെ പോയപ്പോണ്ട് മൊയിലേരും പൂരപ്പറമ്പിലൊന്നും. അപ്പോൾ അല്ല ഉസ്താദ് നിങ്ങളെന്താ ഇവിടെ? ഞാൻ നമ്മുടെ മഹലിൽ നിന്ന് ആരൊക്കെ വന്ന് നോക്കാൻ വന്നതാണ്. അപ്പോൾ ആ ഉടായ്പിന്റെ പരിപാടിക്ക് ഈ വക റസൂല് മറയിട്ട് നിന്നെടുത്തുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മറയി നിന്നെടുത്തെന്ന് പറയേണ്ട. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, കുടുംബത്തിന്റെ കൂടെ ഒരു സമയം അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചു. നമ്മളൊക്കെ സാധാരണ എന്താ പറയുന്നറിയോ? പൈസ കൊടുത്തിട്ടുണ്ടെന്നാ പറയല്ലേ. നമ്മുടെ കൂടെ ഫാമിലി കൂടെ ഉണ്ടാവും. പക്ഷെ എന്നാ പോലെ അവർക്ക് വേണ്ട വസ്ത്രം ആരാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? നമ്മളിത് റിയാൽ കൊടുത്തിട്ടുണ്ട്, അവർ വാങ്ങിക്കോട്ടെ. നിങ്ങൾ നോക്ക്, അതുകൊണ്ടൊരു ഹറാം അവർ വാങ്ങിച്ച് ധരിക്കുന്നുവെങ്കിൽ ആ തിന്മയുടെ കൂട്ടിക്കൊടുപ്പുകാർ നമ്മളാണ്. ദയ്യൂസുകളായി നിങ്ങളെ മാറല്ലേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെയാ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു സമയം ചെലവഴിക്കാൻ പ്രവാചക മാതൃകയാണ്. ഇനി രഹസ്യ ഹദീസുകളൊക്കെ നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്നതിന് കുടുംബജീവിതത്തിന്റെ മനോഹാരിതയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഉംറക്ക് വരുന്ന ആൾക്കാരൊക്കെ പറയലുണ്ട്, മദ്ഹബ് മാറിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. ഷാഫി മാറിയിട്ട് ആരാവുക? ഹനഫിയാവുക. എന്തിനാണെന്നറിയോ? ഷാഫി മദ്ഹബിൽ ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യാൻ പറ്റൂല. കാരണം അന്യ സ്ത്രീനെ തൊട്ട പുരുഷനെ തൊട്ട് അപ്പം എന്ത് ചെയ്യും? ഒതുമുറി. അവന് മത്താഫിക്കെത്തിയാൽ ഒതുമുറിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് ഒതുണ്ടാക്കി പോയി. അവസാനം തവാഫുൽ വിദാ കഴിഞ്ഞ് ഹജ്ജുമാര് നാട്ടിക്ക് ഫ്ലൈറ്റ് കയറിയാൽ ഓന്റെ കുദൂമിന്റെ തവാഫ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിങ്ങനെ മുറിയലും എടുക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മദ്ഹബ്